ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കാം, എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആഡ് വരുന്നത്. പിന്നെ ആഡ് കളയാനായിട്ട് ഏറ്റവും ടോപ്പിൽ ഇൻറ്റു ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യണം. അബദ്ധവശാൽ ആ ഒരു സ്ക്രീനിലോട്ട് നമ്മൾ ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും, ആ ഒരു പരസ്യത്തിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പല വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ആഡ് വരുന്നത് മൂലമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ജസ്റ്റ് ഒരു സെറ്റിങ്സിലൂടെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സിൽ ഏറ്റവും ടോപ്പിൽ സെർച്ച് ബാർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൈവറ്റ് DNS എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് DNS എന്ന് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ ഓഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോയിലായിരിക്കാം. ഏറ്റവും താഴെ മൂന്നാമത് കാണുന്ന പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഇതുപോലെ ഓപ്ഷൻ വരും. ഇവിടെ dns.adguard.com എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം. dns.adguard.com എന്ന് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഏകദേശം ഒരു 99% ഈ ഒരു പ്രശ്നം സോൾവ് ആവും. പിന്നെ ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഏറ്റവും ടോപ്പിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിങ്സ് എന്ന് കാണും, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് സെറ്റിങ്സ് വീണ്ടും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്ന് കാണാം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ആണെങ്കിൽ ഡിസേബിൾ ചെയ്യുക. പിന്നെ ബാക്കിലോട്ട് വന്നിട്ട് കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ കാണാം ഇൻട്രൂസീവ് ആഡ്സ് എന്ന് കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യം നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു പരസ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.